വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാകുന്ന കുറച്ചൊന്ന് വിയേർഡായിട്ടുള്ള ഒരു പ്രഗ്നൻസി സിംറ്റമിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ആളുകൾ ഇതിനോടകം നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. ഇനിയും ഒരുപാട് ആളുടെ സക്സസ് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തൊക്കെ ടിപ്സ് ആണോ ഫോളോ ചെയ്തത് അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ടിപ്സ് നോക്കി ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സ് ഒന്നും തന്നെ. ഡോക്ടറുടെ ട്രീറ്റ്മെന്റ്സിനോടൊപ്പം ലൈഫ് സ്റ്റൈൽ ഇതുപോലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളും കൂടി കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. പിന്നെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ലൈവ് സെഷൻസ് ഡെയിലി അല്ലെങ്കിൽ 1-2 ദിവസങ്ങളിലൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഏതെങ്കിലും വീഡിയോസിന് താഴെ കമന്റ് ചെയ്തിട്ട് 24 hours നിങ്ങൾക്ക് റിപ്ലൈ ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യുന്ന ഡയറക്റ്റായിട്ട് വരുന്ന ലൈവിൽ ഏതിലെങ്കിലും കയറിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഞാനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് കോൺവെർസേഷൻ നടത്താനായിട്ട് സാധിക്കും. ലൈവിൽ പോകുമ്പോഴേക്കും ലൈവിൻ്റെ ടൈം നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഡെയിലി. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് വജൈനൽ ഡ്രൈനെസ്സിനെ പറ്റിയിട്ടാണ്. ഒരുപാട് ആളുകൾ ഏർലി പ്രഗ്നൻസി സിംറ്റം ആയിട്ട് വജൈനൽ ഡിസ്ചാർജ് കണ്ടതിന് ശേഷം പ്രഗ്നൻ്റ് ആകുന്നുണ്ട്. വജൈനൽ ഡ്രൈനെസ് ഒരു പ്രഗ്നൻസി സിംറ്റം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഈ ഒരു വജൈനൽ ഡ്രൈനെസ് പ്രഗ്നൻസി സിംറ്റം ആയിട്ട് കാണാറുണ്ട്. നോർമലി നമ്മുടെ വജൈനയുടെ അകത്ത് ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോർമോൺസിൽ ഉണ്ടാകുന്ന വ്യത്യാസം വെച്ചിട്ടും വജൈനയിൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഓവുലേഷൻ നടക്കുന്നതിൻ്റെ സമയം അടുപ്പിച്ചുകൊണ്ട് നമ്മളിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ് പലപ്പോഴും സെർവിക്കൽ മ്യൂക്കസ് ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതിനുശേഷമുള്ള സമയത്തുണ്ടാകുന്ന ഹോർമോൺ ഷിഫ്റ്റ് കൊണ്ടാണ് പലർക്കും വജൈനൽ ഡ്രൈനെസ്സും ഉണ്ടാകുന്നത്. പ്രഗ്നന്റ് ആയില്ലെങ്കിലും പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകളിലും വജൈനൽ ഡ്രൈനെസ് ഉണ്ടാകുന്നുണ്ട്. ഇനി ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇനിയിപ്പോൾ ഡ്രൈനെസ് ഉണ്ടായില്ലെങ്കിൽ ഡ്രൈനെസ് കാണുന്നുണ്ട് അത് പ്രഗ്നൻസി ആണോ അല്ലയോ എന്ന് ഡൗട്ട് അടിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പ്രഗ്നൻസി ഹോർമോൺസ് പലപ്പോഴും കൂടുമ്പോഴേക്ക് എസ്പെഷ്യലി ഈസ്ട്രജൻ ഹോർമോൺ കൂടുമ്പോഴേക്കും പലർക്കും ഉണ്ടാകുന്നത് ഒരു ലൂബ്രിക്കേഷൻ നമ്മുടെ ആ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് ഉണ്ടാകുന്നു. പക്ഷേ മറ്റു ചില ആളുകൾക്ക് ഈ ഒരു ഹോർമോൺസിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലക്ച്വേഷൻസ് കൊണ്ട് ഉണ്ടാകുന്നത് ടെമ്പററി ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഡ്രൈനെസ് ആണ്. ചില ആളുകൾക്ക് ഭയങ്കര കൂടുതലായിട്ട് തന്നെ ഡ്രൈനെസ് ഉണ്ടാവുകയും മറ്റു ചില ആളുകൾക്ക് മറ്റു ചില ഫാക്ടേഴ്സ് കൊണ്ട് ഈ ഡ്രൈനെസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് ചില ആളുകൾക്ക് ഹോർമോൺ ഷിഫ്റ്റ് കൊണ്ടായിരിക്കും ഡ്രൈനെസ്, മറ്റു ചില ആളുകൾക്ക് ഇത് ഡയറക്റ്റ്ലി ആയിട്ട് ഹോർമോൺ ഷിഫ്റ്റ് കൊണ്ട് ഉണ്ടാവില്ല, പക്ഷെ ഇൻഡയറക്റ്റ്ലി അതായത് പ്രഗ്നൻസി ഇൻക്രീസ് ആയതുകൊണ്ടുണ്ടാകുന്ന മറ്റു ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് ഇതുപോലുള്ള ഡ്രൈനെസ്സും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇൻഡയറക്റ്റ്ലി നിങ്ങൾക്ക് വജൈനൽ ഡ്രൈനെസ് ഉണ്ടാവുന്നതെന്ന് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ റീസൺ, പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വാട്ടർ റിക്വയർമെന്റ് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വജൈനൽ ഡ്രൈനെസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നോർമലി നമുക്ക് ശരീരത്തിൽ വേണ്ട വാട്ടർ റിക്വയർമെന്റ്സിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് വെള്ളത്തിന്റെ അളവ് ശരീരത്തിൽ വേണ്ടതായിട്ട് വരുന്നു. ഗ്രോയിങ് ആയിട്ട് വരുന്ന ആ ഒരു എംബ്രിയോവിനെയും നമ്മുടെ ശരീരത്തിലെ ഓരോ ആക്ടിവിറ്റീസിനെ നറിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡിക്വേറ്റ് ആയിട്ട്, അതായത് വേണ്ട അളവിൽ ശരീരത്തിന് ആ ഒരു വെള്ളത്തിന്റെ റിക്വയർമെന്റ് വേണം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ശരീരത്തിന്റെ മോയ്സ്ചർ ഒന്ന് കുറഞ്ഞു പോകുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഉണ്ടാകാം. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ വെള്ളം ധാരാളം കുടിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഗർഭസ്ഥ ശിശുവിന്റെ ഗ്രോത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഏർലി സ്റ്റേജിൽ വേണ്ട ഒന്നാണ് നമ്മൾ അമ്മമാരെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറഞ്ഞതും ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ഓരോ ദിവസവും കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ഡ്രൈനെസ് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ആണ് ഈ ഡീഹൈഡ്രേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വാട്ടർ റിക്വയർമെന്റ് കുറയുന്നത് കേട്ടോ. രണ്ടാമത്തെ റീസൺ ആണ് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്. പ്രഗ്നൻസി ആകുന്ന സമയത്ത് പല സ്ത്രീകളിലും മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നുണ്ട്. പലർക്കും ഈ ഒരു മൂഡ് സ്വിങ്സ് ആൻസൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്സിലോട്ടും കൂടി കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട്. ഇനിയിപ്പോൾ പ്രഗ്നൻസി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആണ് എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ പലരും ആ ഒരു ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആകുമോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഫിസിക്കലി അതുപോലെ തന്നെ മെൻ്റലി നമ്മളെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ സ്ട്രെസ്ഡ് ആകുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ലൂബ്രിക്കേഷൻസിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ലൂബ്രിക്കേഷനിൽ അങ്ങനെ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്തും നിങ്ങൾക്ക് വജൈനൽ ഡ്രൈനെസ് ഏർലി സ്റ്റേജിൽ തന്നെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ നമ്മുടെ പേഴ്സണൽ കെയർ ആണ്.
ചില ആളുകൾ വജേനയിൽ കൂടുതലായിട്ടൊരു സോപ്പും അതുപോലെ തന്നെ ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സും നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വജേനയുടെ pH ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നോർമലി നമ്മുടെ വജേനയുടെ അകത്തൊരു ക്ലീനിങ് സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വജേനയെ ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഒരുപാട് ഫൗൾ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു നാച്ചുറൽ ഒരു ക്ലീനിങ് സിസ്റ്റം വജേനയുടെ അകത്തുണ്ട്. അത് മനസ്സിലാകാതെ നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്തും കുളിക്കുന്ന സമയത്തും ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ള സോപ്പ് ആണെങ്കിലും ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഇത് വജേനയുടെ pH ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ആ ഒരു ഭാഗത്ത് ഡ്രൈനെസ് ഉണ്ടാകാം. അതുപോലെ തന്നെ പ്രഗ്നൻസി ആയി കഴിഞ്ഞാലും ആ പ്രഗ്നൻസിയുടെ ഒപ്പം ഈ ഇതുപോലുള്ള ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും ഡ്രൈനെസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കുണ്ടാകുന്ന ഡ്രൈനെസ് പ്രഗ്നൻസിയുടെ തന്നെയാണെന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് നോക്കാം. പല കാരണങ്ങൾ കൊണ്ട് എല്ലാ മാസവും വജൈനൽ ഡ്രൈനസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടെ വജൈനൽ ഡ്രൈനസ് ആണ് എന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പറയുന്നത് മറ്റു ചില ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രഗ്നൻസിയുടേതായിട്ടുള്ള സിംറ്റംസ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് വോമിറ്റിങ്, തലകറക്കം, ക്ഷീണം, ഭയങ്കരമായിട്ടുള്ള ടയേർഡ്നെസ്, ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഈ ഒരു ഡ്രൈനസ് ഫീൽ ചെയ്യുന്നത് വജൈനൽ പോർഷനിൽ മാത്രമായിരിക്കില്ല. നമ്മുടെ ഡ്രൈനസ് നമ്മുടെ ലിപ്പിന്റെ ഭാഗത്ത് ഡ്രൈനസ് ഫീൽ ചെയ്യാം, നമ്മുടെ സ്കിന്നിന്റെ ഭാഗത്ത് ഡ്രൈനസ് ഫീൽ ചെയ്യാം. ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത് ഏറെക്കുറെ പ്രഗ്നൻസിയുടെ തന്നെയാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത്തരത്തിലുള്ള പറയത്തക്ക രീതിക്കുള്ള ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഡേറ്റ് മിസ്സായി 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വജൈനൽ ഡ്രൈനസ് ഫീൽ ചെയ്യുന്ന ആളുകൾ അതിൽ നിന്നൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. വജൈനൽ ലൂബ്രിക്കേഷൻ ഇല്ലാതെ ഡ്രൈനസ് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പലർക്കും ഇറിറ്റേഷൻ ഉണ്ടാകും, ഇച്ചിങ് ഉണ്ടാകും. അതൊന്ന് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തേത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ പീരിയഡ്സിന്റെ ആ ഒരു ടൈം മുതൽക്കേ തന്നെ വെള്ളം ധാരാളം കുടിക്കുക. ഒരു ദിവസം 2 ലിറ്ററെങ്കിലും വെള്ളം നിങ്ങൾ കുറഞ്ഞത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് സൂര്യാസ്തമനത്തിന് മുൻപ് നമ്മൾ കുടിച്ചു തീർക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ രാത്രി സമയത്താണ് ഈ ഒരു 2 ലിറ്റർ വെള്ളം ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രാത്രിയിൽ ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കൃത്യമായിട്ട് കിട്ടാത്ത സിറ്റുവേഷൻസ് വരികയും അത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നതിനും മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാക്കുന്നതിനും കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് നോർമലി നമ്മൾ വെള്ളം സൺസെറ്റിന് മുമ്പ് തന്നെ കുടിച്ചു തീർക്കാനായിട്ട് നോക്കുക കേട്ടോ. എപ്പോഴും വെള്ളമോ വാട്ടറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മറ്റു പല ഭക്ഷണങ്ങളോ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് എന്തെങ്കിലും വോമിറ്റിംഗ് ടെൻഡൻസീസ് കൊണ്ട് വെള്ളം കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്ടറി കണ്ടന്റ് ഉള്ള മറ്റുള്ള ഏതെങ്കിലും ഫോമിൽ നിങ്ങൾ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജ്യൂസിന്റെ ഫോമിലോ അല്ലെങ്കിൽ ഇപ്പോൾ വാട്ടർമെലൺ ആണെങ്കിലും കുക്കുംബർ ആണെങ്കിലും അങ്ങനെ വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. സാധാരണയായിട്ട് ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് വജൈനയിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ഈസ്റ്റ് ഇൻഫെക്ഷൻ പോലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുമ്പോൾ അതൊന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി ഡോക്ടേഴ്സ് ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് നമുക്ക് പ്രിഫർ ചെയ്ത് തരാറ്. അതല്ലാത്ത സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ അഡ്വർടൈസ്മെന്റ് കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കൂടി നമ്മൾ അറിയുന്ന ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സോപ്പ് ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് ഒരുപാട് പതപ്പിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് pH ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നതിനും ഇനിയിപ്പോൾ നിങ്ങൾ പ്രഗ്നന്റ് അല്ലെങ്കിൽ കൂടി ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് വജൈനൽ ഡ്രൈനസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നതിനും ഇത് കാരണമാകുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബ്രീത്തബിൾ ആയിട്ടുള്ള ക്ലോത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടെടുത്തിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഒരിക്കലും ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ജഗ്ഗിങ്സ് ആണെങ്കിലും ലെഗിങ്സ് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ളത് ഒരുപാട് മണിക്കൂറുകളോളം നമ്മൾ ഉപയോഗിച്ച് നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ കൂടുതലും അതിങ്ങനെ ഉപയോഗിച്ച് ടൈറ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിനും ഇത് ഡ്രൈനസ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വജൈനൽ ഡ്രൈനസ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് ഓവർകം ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ പ്രഗ്നൻസി സിംറ്റംസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടെ വജൈനൽ ഡ്രൈനസ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.